അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 2025 നടന്ന വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ വായിക്കുന്നത്. ദുറൂസ് 1 എന്ന് കാണാം. അതായത് ദുറൂസ് 1-ാമത്തെ പാഠം മുതൽ 10ാം പാഠം വരെയുള്ള പാഠങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. 11 മുതൽ 20 വരെയുള്ളത് മറ്റൊരു ചോദ്യപേപ്പറാണ്. ഇൻഷാ അല്ലാഹ് നമുക്കതും വായിക്കണം. ഇപ്പോൾ നമുക്ക് 1 മുതൽ 10 വരെയുള്ള പാഠങ്ങളിലെ ചോദ്യം വായിക്കാം. 1-ാമത്തെ കോളത്തെ ശരി അടയാളപ്പെടുത്താനാണ്. 1 മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണത്? ബദരീങ്ങളാണ്. 2 ഹൃദയത്തിനുള്ള മരുന്നാണ് ഏത്? ആൻസർ ഖുർആൻ ഓതൽ. 3 ഖബറിൽ ചോദ്യമില്ലാത്തവർ. ആൻസർ ശുഹദാക്കൾ. 4 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമിനീർ പുരട്ടി വിഷം ഇറങ്ങി ആരുടെ? ആൻസർ അബൂബക്കർ റളിയല്ലാഹു അൻഹു. 5 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം സേവനം ചെയ്തു ആരാ? ആൻസർ അനസ് റളിയല്ലാഹു അൻഹു. 6 അഭിമുഖം എന്നാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം ആൻസർ മുഖാബല എന്നതിൻ്റെ അർത്ഥമാണ് അഭിമുഖം. ഇനി അടുത്ത് ചേരുംപടി ചേർക്കുക. കൃത്യമായിട്ട് ഇവിടെയുള്ളതും വായിക്കണം, ഈ സൈഡിലുള്ളതും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ചേരുംപടി ചേർക്കുക. 7 എന്താണ്? ഖത്താദ റളിയല്ലാഹു അൻഹു. എന്താ ഖത്താദ റളിയല്ലാഹു അൻഹു ചോദിച്ച് പുറത്തുള്ളത്? ആൻസർ സി ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടവിയപ്പോൾ കണ്ണ് സുഖപ്പെട്ടു. അബൂ ജഹൽ. ആൻസർ 8 ആണ്. ബദറിലെത്തിയ ഖുറൈശികളുടെ തലവൻ. 9 അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. ആൻസർ എ തോട്ടം കുടുംബങ്ങൾക്ക് വീതിച്ചു നൽകി. 10 ഉർവത്ത് ബിനു സുബൈർ റളിയല്ലാഹു അൻഹു. ആൻസർ ഇ ആണ്. താബിഉകളിൽ പ്രമുഖനായിരുന്നു. 11 അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു. ആൻസർ ബി. മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താമസിച്ച വീട്ടുടമ. നബി തങ്ങൾ മദീനയിലെത്തിയപ്പോൾ ആദ്യമായിട്ട് താമസിച്ചത് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലാണ്. ഇനി പൂരിപ്പിക്കുക. 12 ദാനശീലർക്ക് ഡാഷ് വർദ്ധിക്കും. ദാനശീലർക്ക് സമ്പത്ത് വർദ്ധിക്കും. 13 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ആദ്യം ഡാഷ് എന്ന സ്ഥലത്ത് മസ്ജിദ് നിർമ്മിച്ചു. എവിടെ? ഖുബാ എന്ന സ്ഥലത്ത് മസ്ജിദ് നിർമ്മിച്ചു. 14 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങൾ ഡാഷിനേക്കാൾ മൃദുലമാണ്. പട്ടിനേക്കാൾ മൃദുലമായിരുന്നു. 15 ബദറിൽ ഡാഷ് മുശ്രിക്കുകൾ കൊല്ലപ്പെട്ടു. 70 മുശ്രിക്കുകൾ കൊല്ലപ്പെട്ടു. അടുത്തത് പൂരിപ്പിക്കാൻ എന്താ? ജിഅ്ത ഡാഷ് അൽ മദീന. ജിഅ്ത ശറഫ്തൽ മദീന മർഹബൻ യാ ഖൈറദാ. 17 മിൻ ഐന ഹിയ ഖാദിമ. മിൻ ഐന ഹിയ ഖാദിമ, അവൾ എവിടെ നിന്നാണ് വരുന്നതെന്നാണ്. അപ്പോൾ എന്താ? ഹിയ ഡാഷ് മിനൽ ഹജ്ജ്. അപ്പോൾ എന്ത് കൊടുക്കണം അവിടെ? ഹിയ ഖാദിമത്തും മിനൽ ഹജ്ജ്. ഹജ്ജിൽ നിന്നാണ് അവൾ എന്ത് വരുന്നത്. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18 ബദറിൽ എത്ര സ്വഹാബികൾ ഷഹീദായി? ആൻസർ 14. 19 ഖബറിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയും ആര്? ആൻസർ മുഅ്മിൻ. 20 എല്ലാ തിന്മകളുടെയും മാതാവാണ് എന്ത്? ആൻസർ മദ്യം. 21 വടി നിലത്തിട്ടാൽ പാമ്പാകുന്ന മുഅ്ജിസത്ത് കാണിച്ച നബി? ആൻസർ മൂസാ നബി അലൈഹിസ്സലാം. 22 അല്ലാഹു തആല സമ്പത്ത് നൽകുന്നത് എന്തിന്? ആൻസർ നമ്മെ പരീക്ഷിക്കാൻ. 23 ഉറുമ്പ് എന്നതിൻ്റെ അറബി പദം? ആൻസർ നംല്. ഇനി എന്താ? ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. 24 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ജുമുഅ നിർവഹിച്ചത് എവിടെ വെച്ച്? ആൻസർ ബനു സാലിമിന് ഔഫിൻ്റെ സ്ഥലത്ത് വെച്ച്. 25 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരപ്രകൃതി? ആൻസർ ഭംഗിയുള്ളവരായിരുന്നു. ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം, ഒത്ത ഉയരം, നീണ്ടവരോ കുറിയവരോ അല്ല. 26 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകാൻ കാരണം? ആൻസർ മക്കാ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും ക്രൂരമായി ഉപദ്രവിച്ചപ്പോൾ. 27 സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു തആല എളുപ്പമാക്കും ആർക്ക്? ആൻസർ അറിവ് പഠിക്കുന്ന വഴിയിൽ പ്രവേശിച്ചവന്. പിന്നെ 28 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനത്തിന് 2 ഉദാഹരണങ്ങൾ. ആൻസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക, അവിടുത്തെ തിരുസുന്നത്ത് സംരക്ഷിക്കുക. 29 എവിടെയാണ് അവർ റൗളത്തു ഷരീഫ? ആൻസർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം. 30 അറബിയിലേക്ക് വിവർത്തനം ചെയ്യുക. അവൾ എവിടെ നിന്ന് വരുന്നു? ആൻസർ എന്താ? മിൻ ഐന ഹിയ ഖാദിമ. അവൾ എവിടെ നിന്ന് വരുന്നു? മിൻ ഐന ഹിയ ഖാദിമ. നമ്മൾ നേരത്തെ വായിച്ച ചോദ്യത്തിൽ തന്നെ
ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ അതിന് ആൻസർ ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഫസ്റ്റ് കിട്ടിയ ഉടനെ ഒരു ഭാഗത്തു നിന്ന് ഒരു ഭാഗം വരെ വായിക്കണം. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ പല ഉത്തരങ്ങളും ഇവിടെ ഉണ്ടാവും, വേറൊരു ഭാഗത്ത് ചോദ്യമായിട്ട് വന്നിട്ടുണ്ടാവും നമുക്ക് എഴുതാനുള്ള ഉത്തരങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ചോദ്യം ചെയ്യണം, ആദ്യം വായിച്ച് മനസ്സിലാക്കണം എന്ന് പറയുന്നത്. ഇനി 31 അവിശ്വാസികൾ ഖബറിൽ. അവിശ്വാസികളുടെ ഖബറിൻ്റെ അവസ്ഥ എന്താ, അതിനെക്കുറിച്ച് എഴുതാനാണ് കൊടുത്തിട്ടുള്ളത്. നരകത്തിൻ്റെ വിരിപ്പ് അവന് നൽകും, നരകവാതിൽ അവന് വേണ്ടി തുറക്കും, നരകത്തിലെ വസ്ത്രം അവനെ ധരിപ്പിക്കും, അപ്പോൾ നരകത്തിലെ കഠിന ചുടുകാറ്റും അവൻ്റെ ഖബറിൽ വന്നെത്തും, ഖബർ ഇടുങ്ങും. ഇൻഷാ അല്ലാഹ് ഇതിനെയൊക്കെ വിശാലമായിട്ട് എഴുതാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പഠിക്കാനും നല്ല ഓർമ്മശക്തിയും അല്ലാഹു തആല നൽകുമാറാകട്ടെ. പഠിക്കാനുള്ള കഴിവ് അല്ലാഹു തആല നൽകട്ടെ. പഠിക്കാനുള്ള ആവേശവും ഉന്മേഷവും നൽകട്ടെ. പഠിച്ചത് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് എഴുതാനുള്ള നല്ല ഓർമ്മശക്തിയും അല്ലാഹു തആല നൽകട്ടെ. അർഹിക്കുന്ന രൂപത്തിലുള്ള വിജയം അല്ലാഹു തആല നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.